ഇന്ന് രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ ഉറക്കത്തിൽ നിന്ന് എണിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണെന്നറിയില്ല, ഫോണിന് സൗണ്ട് കുറഞ്ഞ് കിടക്കാമായിരുന്നു. അതുകൊണ്ട് അലാറം കേട്ടിട്ടുണ്ടായില്ല. അതുകൊണ്ട് സുബഹി നിസ്കരിക്കാൻ പോലും എണിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. എണിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു 7:15 എന്തോ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കിച്ചണിൽ വന്നു കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കുമെന്ന് കുറേ നേരം ആലോചിച്ച് നിന്നു. കാരണം വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാനുള്ള ടൈമും ഇല്ല. പിന്നെ തലേന്നൊന്നും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നില്ല. കിഴങ്ങോ മുട്ടയോ അങ്ങനെ എന്തെങ്കിലും കറി വയ്ക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ കടിയൊന്നും ഉണ്ടാക്കാനുള്ള ടൈമും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചപ്പാത്തി കടയിൽ നിന്ന് വാങ്ങിക്കാം, കിഴങ്ങ് തേങ്ങയൊന്നും അരയ്ക്കാത്ത രീതിയിൽ കറിയും വയ്ക്കാമെന്നാണ് തന്നെയാണ് വിചാരിച്ചത്. അങ്ങനെ ലാസ്റ്റ് അങ്ങനെ തീരുമാനിച്ച് ചപ്പാത്തി വാങ്ങിക്കാമെന്ന് വിചാരിച്ച് കിഴങ്ങൊക്കെ വേഗം തൊലി കളഞ്ഞെടുത്തു. വെറുതെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, തേങ്ങയൊന്നും കറിക്കാതെ സിമ്പിളായിട്ട്. പിന്നെ തേങ്ങ അരയ്ക്കാതെ വയ്ക്കണ കറി ആയിക്കൊണ്ട് തന്നെ കുറച്ച് സവാളയും കൂടെ ഒരു പേരിന് കൂടെ അരിഞ്ഞിട്ടാലേ ഒരു രസമുള്ളൂ. ഞാൻ ധൃതിക്ക് ചെയ്യണതിൻ്റെ സമയത്ത് ഈ സവാള അരിഞ്ഞിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കിഴങ്ങൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷം സവാള സെപ്പറേറ്റ് അരിഞ്ഞിടാട്ടോ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ച കറി കുറച്ചും കൂടെ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിഴങ്ങൊക്കെ കഴുകി വേവിക്കാൻ വേണ്ടി കുക്കറിലേക്ക് ഇട്ട സമയത്ത് നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ എപ്പോഴും വയ്ക്കണ ചെറിയ കുക്കറിൽ തലേദിവസം വെച്ച മോരുകറി ഇരിക്കുമായിരുന്നു. അത് പിന്നെ മാറ്റാനൊന്നും പോയില്ല, ഈ ഒരു കുക്കറിൽ അങ്ങോട്ട് വെച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. കിഴങ്ങ് വേവാൻ വേണ്ടി നമ്മൾ വെള്ളം ഒഴിച്ച സമയത്ത് വിസിലടിച്ചപ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ കുക്കറിൻ്റെ അടുപ്പിക്കൂടെയും ഗ്യാസ് അടുപ്പിക്കൂടെയൊക്കെ ഫുള്ള് മൊത്തത്തിൽ ഇങ്ങനെ ചാടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് ഈ കുക്കർ അങ്ങനെ ഒരുപാട് യൂസ് ചെയ്യാറില്ല. പിന്നെ ഇങ്ങനെ മറ്റേ കുക്കറിൽ എന്തെങ്കിലും ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു കുക്കർ എടുക്കാറുള്ളൂ. എന്താണെന്നറിയില്ല, വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. സംഭവം വെന്തുമൊക്കെ കിട്ടും. പക്ഷെ വെള്ളം പെട്ടെന്ന് ഇങ്ങനെ വെളിയിൽ കൂടെ പോവണ്ട്. അങ്ങനെ കിഴങ്ങ് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനുള്ള മുളക് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചൂടാക്കിയിട്ട് എടുത്തത്. വെറുതെ ഇടുന്നേക്കാളും നല്ലത് കുറച്ചുകൂടി ചൂടാക്കി ഇടണം നല്ലതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചൂടാക്കി ഇട്ട് കൊടുത്തു. വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് അത് വേവിക്കാൻ വേണ്ടി അവിടെ വെച്ചു. പിന്നെ പിള്ളേർക്ക് ചോറിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കോവയ്ക്ക അരിഞ്ഞ് അത് മുളകൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കോവയ്ക്ക ഒലത്തിയാലൊന്നും ഇവിടെ അത്ര പിടുത്തമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കുക്കറിൻ്റെ അവസ്ഥ കണ്ടില്ലേ, ഇതായിരുന്നു ഗ്യാസ് അടുപ്പിൻ്റെയും അവസ്ഥ. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കഞ്ഞിയൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചു. പിന്നെ കറിക്ക് ഞാൻ പറഞ്ഞല്ലോ, കോവയ്ക്ക ഫ്രൈ ചെയ്താലാണ് ഇവിടെ പിള്ളേരൊക്കെ കഴിക്കുകയുള്ളൂ. കോവയ്ക്ക ഒലത്തിയാലൊന്നും അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. ചീഞ്ചട്ടിയും വെച്ചിട്ട് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടു. അപ്പോൾ ഞാൻ ഈ ഓയിൽ ഒഴിക്കണം കണ്ടിട്ട് എൻ്റെ അല്ലാതെ കമൻ്റായിട്ടൊന്നും അല്ല, എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ എനിക്കിങ്ങനെ വാട്സപ്പിലൊക്കെ മെസ്സേജ് വെച്ചിട്ട് ചോദിച്ചു, നീ എന്തെണ്ണയാണ് യൂസ് ചെയ്യുന്നത്, പാം ഓയിലാണോ എന്നൊക്കെ. പാം ഓയിലൊന്നും ഞാൻ ഒരിക്കലും യൂസ് ചെയ്യാറില്ല കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. സൺഫ്ലവർ ഓയിലിൻ്റെ ടേസ്റ്റും തീരെ ഇഷ്ടമില്ല. പിന്നെ വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വില കൂടിയ സമയത്ത് നമ്മൾ ആർ സി എമ്മിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് വില കൂടിയ സമയത്താണ് നമ്മൾ വെളിച്ചെണ്ണ മാറ്റി ആർ സി എമ്മിൽ നിന്ന് റൈസ് ബ്രാൻഡ് ഓയിൽ വാങ്ങിക്കാൻ തുടങ്ങിയത്. പക്ഷേ അതിന് വേറെ വ്യത്യാസം ഒന്നുമില്ല കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണയും കൊണ്ട് കുക്ക് ചെയ്യണം അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, ഒരു മാറ്റമില്ല. പ്രത്യേകിച്ച് വ്യത്യാസ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ വെളിച്ചെണ്ണയുടെ പകുതി വിലയേ ആവുന്നുള്ളൂ. ഈ ഒരു എണ്ണ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 1 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തു. പിന്നെ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് സവാളയും വഴറ്റി. ബാക്കി അടുത്ത വീഡിയോ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ.